പുതിയൊരു ചാപ്റ്റർ ഒന്ന് റിവേഴ്സ് ചെയ്യാനായിട്ട് പോവാണ്. വിത്തിൻ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് റിവേഴ്സ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് പോവാണ്. എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. Now in each pair of numbers given below, check whether the first is a multiple of second. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്. സെക്കൻഡ് നമ്പർ എന്താണ്? 160 ആണ് അല്ലെ. ഫസ്റ്റ് നമ്പർ എന്താണ്? 12 ആണ്. 12 എന്ന് പറയുന്നത് 160യുടെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോ ഈ ഒരു കേസിൽ, ഇങ്ങനെ ഒരു കേസിൽ ജസ്റ്റ് ഓർത്തെടുക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇത്. എന്താണ്? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ജസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണിത് അല്ലെ. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡിവിഷൻ മെത്തേഡൊക്കെ നമ്മൾ പഠിച്ച കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഡിവൈസർ, എന്താണ് ഡിവൈസർ ആയിട്ട് തന്നിട്ടുള്ളത്? 12 ആണ് അല്ലെ. അപ്പൊ ഡിവൈസർ കിട്ടി. ഈ ഡിവിഡൻഡ് എന്താണ്? 160 ആണ്. അപ്പൊ 160 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്രയല്ലേ ഉള്ളൂ? ചെയ്യാം. അപ്പോ ആദ്യം വിചാരിച്ചു 12നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സിമ്പിൾ വേയിലൂടെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 12 10 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് ആൻസർ 120 കിട്ടും അല്ലെ. ആദ്യം 12 ഇൻറ്റു 1 ചെയ്യും, 12 ആ കിട്ടുക. ഇതിനടുത്ത് പോലും 160യുടെ അടുത്ത് പോലും എത്തില്ലല്ലോ, ഇല്ല. പക്ഷെ 160യുടെ അടുത്ത് വരുന്നത് എന്തുണ്ട്? 120 ഉണ്ട്. അത് എപ്പോഴാണ് കിട്ടിയത്? 10 ഇൻറ്റു 12 ചെയ്യുമ്പോഴാണ്. 10 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? 120 ആണ്. ശരിയായോ? ശരി. അപ്പോൾ 120 എത്തി. ഇനി നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ ഈ 160യിൽ നിന്ന് 120 മൈനസ് ചെയ്യുന്നു. 0 മൈനസ് 0 0 അല്ലെ. ഇനി 6 മൈനസ് 2 4 ആണ്. അതുപോലെ 1 മൈനസ് 1 0. അപ്പോ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 40 കിട്ടും അല്ലെ. എന്താ കിട്ടിയത്? 40 കിട്ടി. ശരിയാണല്ലോ. 160 മൈനസ് 120 ചെയ്യാനായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. മൈനസ് ചെയ്യാൻ അറിയാത്തവരില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ശരി. ഇനി അടുത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? യെസ്, റിമൈൻഡർ എത്രയാന്ന് അറിയണം. അതിനു മുമ്പ് 40 നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ 12 വെച്ചിട്ട്. അപ്പൊ 1 ഇൻറ്റു 12 എത്രയാണ്? യെസ് 1 ഇൻറ്റു 12 ആണ്. ഇനി 2 ഇൻറ്റു 12 എന്താണ്? 24 ആണ്. 3 ഇൻറ്റു 12 എന്താണ്? 36 ആണ്. അതായത് 10 ഇൻറ്റു 12 നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ 36 വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? പറ്റുള്ളൂ. ഇനി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 48 ഒക്കെയാണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പോ അതിന്റെ ആവശ്യം നമുക്കില്ല. എത്രയേ ഉള്ളൂ? 40 വരെ ഉള്ളൂ. ഓക്കെ. അപ്പൊ 36 നമുക്ക് പറ്റുള്ളൂ. 40യുടെ മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ല, പറ്റില്ല. അപ്പോ 36 എഴുതുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ ബോറോ ചെയ്യേണ്ടി വരും. 3 1 അല്ലെ. 10 മൈനസ് 6 4 ആണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? 12 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 36 കിട്ടിയത്. അപ്പൊ അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതുവരെയൊക്കെ ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? വളരെ നിസ്സാരമാണ്. നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയ ആളുകളെ പ്ലസ് ചെയ്യും. അപ്പൊ 10 പ്ലസ് 3 എന്താണ്? 13 അല്ലെ. എന്താ കിട്ടിയത്? 13 വരും. ശരിയാണല്ലോ. 13 എന്നും കിട്ടി. ഇതുവരെ ഓക്കെ. അപ്പൊ ഇവിടെ കോഷ്യന്റ് നമുക്ക് കിട്ടി. കോഷ്യന്റ് 13 കിട്ടി. ഡിവൈസറായി
ഡിവിഡൻഡായി റിമൈൻഡറായി. അപ്പൊ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഈ രീതിയിലൂടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ കോഷ്യന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. കോഷ്യന്റ് ഇവിടെ എന്താണ് 13 അല്ലെ, 10 + 3 13 കിട്ടി അല്ലേ. ഇനി ഡിവൈസർ ഇവിടെ 12 ആണ്. നമ്മൾ ഡിവൈസർ ഇവിടെ ആയിട്ട് 12 ആണ് എടുത്തിരിക്കുന്നത്. ഡിവിഡന്റ് ഇവിടെ 160 ആണ്. കോഷ്യന്റ് റിമൈൻഡർ ഇവിടെ 4 ആണ്. റിമൈൻഡർ ഇവിടെ 4 ആണ്. 160 പിന്നെ റിമൈൻഡർ ഇവിടെ 4 ആണ്. അപ്പൊ ഇതുവരെ കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റിമൈൻഡർ വന്നു അല്ലെ. അപ്പൊ റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ അതെന്തല്ല, മൾട്ടിപ്പിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ. അവിടെ ഒരു മൾട്ടിപ്പിൾ ഒന്നും ഉണ്ടാവില്ല, മൾട്ടിപ്പിൾ അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ റിമൈൻഡർ വന്ന കാരണം 12 8 ഡിവൈഡ് ചെയ്ത് ഡിവൈസർ ഇവിടെ എന്താണ് 12 ആണ്. അപ്പൊ 12 ഈ ഡിവിഡന്റിന്റെ എന്തല്ല, ഒരു ഫാക്ടറേ അല്ല. 12 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 116 എന്ന് ഓർത്തു വെക്കുക. എന്തുകൊണ്ടാ, ഇവിടെ റിമൈൻഡർ വന്നു. റിമൈൻഡർ വന്നാൽ അത് മൾട്ടിപ്പിൾ അല്ല, അതൊരു ഫാക്ടർ അല്ല. ഫാക്ടർ ഇല്ല, അതിനൊരു ഫാക്ടർ ഇല്ല. എന്തിനെ, 160ക്ക് ഫാക്ടർ ഇല്ല. ആ ഫാക്ടർ ഉണ്ട്, പക്ഷെ അത് എന്തല്ല, ഈ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസർ അല്ല. ആരല്ല, 12 അല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതേപോലെ ഇതിന് മൾട്ടിപ്പിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ ആര് മൾട്ടിപ്പിൾ അല്ല, 160 12ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 120നെ 15 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 120 ഇവിടെ എന്താണ്, ഡിവിഡന്റ് ആണ്. ഡിവൈസർ ഇവിടെ 15 ആണ്. ഡിവൈസർ ഇവിടെ 15 ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി 15 ഇൻറ്റു എന്ത് ചെയ്യണം, 15 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 120നേക്കാൾ വലിയൊരു ടേം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 10 ഇൻറ്റു ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 9 ഇൻറ്റു ചെയ്യുമ്പോഴും നമുക്ക് 120 മുകളിൽ വരും. ഓക്കെ, അപ്പോഴും നമുക്ക് ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു, യെസ് 15 ഇൻറ്റു 8 ചെയ്യാം എന്ന് വിചാരിക്കുന്നു. 15 ഇൻറ്റു 8 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 120 കിട്ടും. കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, 15 ഇൻറ്റു 120 ചെയ്യുന്ന സമയത്ത് 15 ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും, 15 ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് 120 കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് 120 മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. റിമൈൻഡർ ഒന്നും വന്നില്ല. ഈ 8 അതേപോലെ ഇറക്കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ കോഷ്യന്റ് കിട്ടിക്കഴിഞ്ഞു, റിമൈൻഡർ 0 ആണെന്ന് മനസ്സിലായി, ഡിവിഡന്റ് കിട്ടിക്കഴിഞ്ഞു, അതുപോലെ ഡിവൈസറും കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം, 120 = 8 × 15 + 0 എന്ന് എഴുതാം. റിമൈൻഡർ ഇവിടെ 0 ആണ്. അപ്പൊ റിമൈൻഡർ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ റിമൈൻഡർ ഉണ്ടോ, ഇല്ല. ഓക്കെ, റിമൈൻഡർ വരുന്നില്ല. ഓക്കെ, അപ്പൊ റിമൈൻഡർ ഇവിടെ 0 ആണ്. അതാണ് മീനിങ്, അത്രേ ഉള്ളൂ. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ 15 എന്ന് പറയുന്നത് 120യുടെ ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. 15 എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് 120 എന്ന് പറയാം. അതുപോലെ 8 എന്ന് പറയുന്നത് 120യുടെ ഫാക്ടർ ആണെന്ന് പറയാം. തെറ്റില്ല. ഓക്കെ, ഇനി അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് എന്ത് പറയാം, 120 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15 കിട്ടി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിലേക്ക് അയക്കാം. അപ്പൊ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ, 9061736249 9061736249. ഓക്കെ, അതിലേക്ക് അയച്ചു തന്നാൽ ഞാൻ വേഗം നോക്കി തരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, നൗ റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് ദി നമ്പർ ബിലോ ലൈക്ക് ദിസ് ആസ് എ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ, ഡിവിഷൻ, ഫാക്ടർ. അപ്പോൾ
മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് കളിക്കേണ്ടത് മൾട്ടിപ്പിൾ ഓഫ്, നമ്മൾ ആ രീതിയിലാണ് എഴുതേണ്ടത്. ഇനി ഡിവിഷന്റെ കേസിൽ ഡിവിഷന്റെ സബായിട്ട് വരുമ്പോൾ ഫാക്ടർ എന്നുള്ള രീതിയിലാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളം വേണം ഇവിടെ? യെസ്, നമ്പർ എന്ന് പറയുന്ന ഒരു കോളം വേണ്ടി വരും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളം വേണം, ഡിവിഷൻ എന്ന് പറയുന്ന കോളം വേണം. നമ്പേഴ്സിൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, 240 240 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 240 കിട്ടുക? അത് എങ്ങനെ മനസ്സിലാക്കണം? ഇവിടെ 240 ഡിവിഡൻഡും 20 ആണ് ഡിവൈസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ 240 ഡിവൈഡഡ് ബൈ 20 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുക 12 ആണ്. എന്താ കിട്ടുക? 12 ആണ്. ചെയ്ത് നോക്കണം കേട്ടോ. 12 ആണ് ആൻസർ കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഡിവിഷനായിട്ട് ഞാൻ ഇവിടെ ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 240നെ 20 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 20 ഇൻറ്റു എന്ത് ഒരു നമ്പർ ചെയ്യുന്ന സമയത്ത് 240യുടെ അടുത്തെങ്കിലും വരും. അതും ഈസി വേയിലൂടെ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ 20 ഇൻറ്റു 10 ഒക്കെ ചെയ്യുന്ന സമയത്ത് 10ന്റെ എൻഡിൽ 0 അല്ലേ? അപ്പൊ ആ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി വേ ആണ്. അപ്പൊ 20 ഇൻറ്റു 10 ചെയ്യാണ് ആദ്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. 20 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 200 കിട്ടും അല്ലെ. 200 ഇവിടെ എഴുതി മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 40 കിട്ടും അല്ലെ. 40 ഇവിടെ എഴുതി. ഇനി 20 ആണ്. 20 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 20 ആണ് കിട്ടുക. നമുക്ക് 40 കിട്ടില്ലേ? 20 ഇൻറ്റു എന്ത് ചെയ്യുമ്പോൾ ആ 40 കിട്ടുക? അതും ഇപ്പോൾ പണിയൊന്നും ഇല്ല, സിമ്പിൾ ആണ്. 20 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 40 കിട്ടുന്നുണ്ട് അല്ലെ. 20 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 40 ആണ് കിട്ടുക. 40 കിട്ടിയില്ലേ? 40 കിട്ടി. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 0. അപ്പൊ ഇവിടെ റിമൈൻഡർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റി? അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? 240 is equal to 20 into 12 എന്ന് എഴുതാൻ പറ്റി. പ്ലസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ തെറ്റ് എന്ന് ആര് പറയില്ല കേട്ടോ. തെറ്റല്ല, റിമൈൻഡർ ഇവിടെ കാണിച്ച് വെക്കണം എന്നില്ല, നിർബന്ധമില്ല. എങ്ങനെ എഴുതിയാലും മതി, ഇങ്ങനെ എഴുതിയാലും മതി. പ്ലസ് 0 എഴുതണം എന്നില്ല, അത്രേ ഉള്ളൂ. എഴുതിയാൽ തെറ്റുണ്ടോ? തെറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് റിമൈൻഡർ ഒന്നും ഇല്ല. ഓക്കെ, റിമൈൻഡർ വരുന്നില്ല. ഏതെങ്കിലും റിമൈനിങ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? 240 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്. എന്തിന്റെയൊക്കെ? 20യുടെയും 12ന്റെയും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതാം? 240 is a multiple of 20. 240 is multiple of 12. ഇതേപോലെ ഡിവിഷനിലേക്ക് എങ്ങനെ എഴുതാം? യെസ്, നമ്മള് 240 ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 12 അല്ലെ. അപ്പൊ അത് ആദ്യം തന്നെ എഴുതിക്കൂടെ? എഴുതാം. ഇനി ഇതേ തിരിച്ച് എഴുതിക്കൂടെ? 240 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ കിട്ടുക? 20 കേട്ടോ. 20 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ, 20 ആണ് കിട്ടുക. എന്നിട്ട് ഉറപ്പിക്കുക. കേട്ടോ, ഉറപ്പിച്ചോളൂ കേട്ടോ. അപ്പൊ അത് കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവിടെ ഡിവൈസർ 20 അല്ലേ. അപ്പൊ 20 is a factor of 240. എളുപ്പവഴിയാ പറയുന്നേ. ഇനി ഇവിടെ 12 അല്ലേ ഡിവൈസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 12 is a factor of 240. ഇവിടെ 20 is a factor of 240. ഇവിടെ 12 is a factor of 240. കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യുന്നു. നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാനുണ്ട്. ഡിവൈഡ് ചെയ്യാം. 120 ഡിവൈഡഡ് ബൈ മുകളിൽ എഴുതുന്നത് 15 ആണ് അല്ലെ. 15 ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത്. കേട്ടോ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അതേ സെയിം പ്രോബ്ലം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് 15 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 150 ആണ് കിട്ടുക അല്ലെ. അപ്പൊ 150 നമുക്ക് ആവശ്യമില്ല. 9 ഇൻറ്റു 15 ചെയ്യുമ്പോൾ 120 വലുത് വരും. അതുകൊണ്ട് 8. ഇവിടെ ആൻസർ 120 വരും അല്ലെ. 15 ഇൻറ്റു 8 120 ആണ്. അപ്പൊ റിമൈൻഡർ ഇവിടെ 0, 8 ഇങ്ങോട്ട് ഇറക്കിടും. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് കിട്ടിക്കഴിഞ്ഞു. റിമൈൻഡർ 0 എന്ന് കിട്ടി. ഡിവൈസറായി, ഡിവിഡൻഡും ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു കേസില് നമുക്ക് ഇവിടെ റിമൈൻഡർ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം? 120 is equal to 15 into 8 എന്ന് എഴുതാം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് 120 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 15. അതുപോലെ 120 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8. ഇനി ഡിവിഷന്റെ കേസിൽ എങ്ങനെ പറയാം? 120നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താ ആൻസർ വന്നേ? 8. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 120നെ എന്തുകൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 15 കൊണ്ട് ചെയ്തപ്പോൾ 8 കിട്ടി. 8 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 15. നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഡിവൈസർ 15 ആണ് ആദ്യത്തേത് അല്ലെ. 15 ഈസ് എ ഫാക്ടർ ഓഫ് 120. ഇവിടെയോ 8 ഈസ് എ ഫാക്ടർ ഓഫ് 120 എന്ന് കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, എന്താണ്? ഫൈൻഡ് ദി കോഷ്യൻസ് ബിലോ റിമൂവിംഗ് ദി കോമൺ ഫാക്ടേഴ്സ്. ഫൈൻഡ് ദി കോഷ്യൻസ് ബിലോ by removing the common factors. അപ്പോൾ കോഷ്യൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടി വരും? കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്യേണ്ടി വരും. എന്നിട്ട് കോഷ്യന്റ് കണ്ടുപിടിക്കണം. വെരി ഗുഡ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതെങ്ങനെയാ സോൾവ് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിനെ 900ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, 900ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. അപ്പോൾ 900 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? 2. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ 450 ആണ് കേട്ടാ. 450 ആണ് കിട്ടുക. 450 ആണ് കിട്ടുക. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം ഫസ്റ്റ് പ്രൈം 2 ആണ്. 2 കഴിഞ്ഞിട്ടല്ലേ ബാക്കി നമ്പേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ 2 കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ തന്നെ ചെയ്യുന്നു. 225 ആണ് ആൻസർ കിട്ടുക. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 450 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 225 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻഡിൽ എന്ത് വരണം? ഈവൻ നമ്പർ വരണം അല്ലേ. എൻഡിൽ ഈവൻ നമ്പർ ആണോ? ആണ്. അല്ല, ഓഡ് നമ്പർ ആണ് അല്ലേ. അതുകൊണ്ട് 225ന്റെ എൻഡില് ഓഡ് നമ്പർ ആണ്. അത് അല്ലാതെ ഈവൻ നമ്പർ അല്ല. ഈവൻ നമ്പർ ആണെങ്കിൽ അത് 2ന്റെ ഡിവിസിബിൾ ആണ്. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ ഓക്കെ, 3 കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. 3ന്റെ ഡിവൈസർ അല്ലെങ്കിൽ ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ ഡിജിറ്റും ഒന്ന് പ്ലസ് ചെയ്ത് നോക്കി. 2 + 2 എത്രയാ? എല്ലാ ഡിജിറ്റും പ്ലസ് ചെയ്ത് നോക്കി. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. ഈ ഡിജിറ്റിന്റെ എല്ലാ ഡിജിറ്റുകളും ഈച്ച് ഡിജിറ്റും പ്ലസ് ചെയ്തു. 2 + 5 എന്താ ആൻസർ വരിക? 9 ആണ് അല്ലേ. അപ്പൊ 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 225 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയും നമുക്ക് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതൊന്നും അറിയില്ലെങ്കിൽ ഈ 2 ട്രിക്കും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 75 ആണ് കിട്ടിയത്. വീണ്ടും 3 കൊണ്ട് തന്നെ ചെയ്യണം. കാരണം എൻഡിൽ ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് വീണ്ടും എന്താണ് 3 കൊണ്ട് തന്നെ ചെയ്യും. അപ്പൊ ആൻസർ 25 ആണ്. 25 3 ടൈംസ് ചെയ്യുമ്പോൾ 75 അല്ലെ. അപ്പൊ വീണ്ടും 3 കൊണ്ട് ചെയ്യാൻ നോക്കാം. പറ്റില്ല. ശരിയല്ലേ? പറ്റില്ലല്ലോ. ഇല്ല. 5 × 5 ആണ് എന്ത്? 25. അപ്പൊ 5 കൊണ്ട് ചെയ്യാൻ പറ്റും. കിട്ടി. ഇനി ഇതേപോലെ അടുത്ത നമ്പർ ഏതാ? 180 ആണ്. അപ്പൊ 180 ഇതേപോലെ ചെയ്യേണ്ടി വരില്ലേ? 180 ചെയ്യണം. 180 ആദ്യം 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ 90 ആണ് കിട്ടിയത്. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക? 45 കിട്ടി. ഓക്കെ, വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ആൻസർ എന്താ കിട്ടിയത്? 15 ആണ് കിട്ടിയത്. വീണ്ടും 3 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ആൻസർ 5. 3 × 5 15 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കിയൊക്കെ ഇതൊക്കെ ഇൻഡ് ചെയ്യുന്നു. ഈ കിട്ടിയ പ്രൈമുകളൊക്കെ ഇൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ആ സെയിം നമ്പർ തന്നെയാണ്. അപ്പൊ 900ന്റെ ഫാക്ടേഴ്സ് ആണ് 2, 2, 3, 3, 5, 5. ഇനി 180യുടെ ഫാക്ടേഴ്സ് ആണ്, പ്രൈം ഫാക്ടർ ആണ് 2, 2, 3, 3, 5. അപ്പൊ ഇതൊക്കെ ഇൻഡ് ചെയ്യുന്ന സമയത്ത് ആ സെയിം നമ്പർ തന്നെ കിട്ടും.
ആ രീതിയിൽ എഴുതാം. ഇനി ഇവിടെ കോമൺ ഫാക്ടേഴ്സ് കിട്ടാനായിട്ടുള്ള വഴി പറഞ്ഞുതരാം. ഇവിടെ എത്ര നോക്കൂ, നോക്കട്ടാ. ഇനിയുള്ളതാണ് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ 900 നോക്കുന്ന സമയത്ത് 900 ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട് അല്ലെ. ഇനി 180യുടെ അവിടെയും 2 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയും 2 × 2 ഉണ്ട്, ഇവിടെയും 2 × 2 ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കോമൺ ഫാക്ടർ, രണ്ട് പ്ലേസിലും ഫാക്ടേഴ്സ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത് എന്താണോ അതാണ് കോമൺ ഫാക്ടർ. അപ്പൊ 2 × 2 കോമൺ ഫാക്ടർ ആണ്. മനസ്സിലായില്ലേ? കിട്ടി. ഇനി അടുത്തതാണ്, അടുത്ത ആളാണ് ആര്? 3 × 3. ഇവിടെയും അടിയിലും 3 × 3 ഉണ്ട്. 900ലും 3 × 3 ഉണ്ട്, 180ലും 3 × 3 ഉണ്ട്. കിട്ടിയോ? ശരി. അപ്പൊ അതും നമ്മുടെ അടുത്ത ആളായി. 3 × 3 എന്ന് എഴുതാം. ഇനി ഇവിടെ 5 ഉണ്ട്, ഇതിലും എന്തുണ്ട്? 5 ഉണ്ട്. അപ്പൊ അതും ആയി. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 9 5. 4 9 5. ഇനി ഇതിൽ കോമൺ ഫാക്ടർ ഒന്നുമല്ല, അതൊക്കെ റിമൂവ് ചെയ്തു. കോമൺ ഫാക്ടേഴ്സിനൊക്കെ റിമൂവ് ചെയ്തു. ബാക്കി എന്താണ് അവിടെ ഉള്ളത്? റിമൂവിങ് ദി കോമൺ ഫാക്ടേഴ്സ്, റിമൈനിങ് നമുക്ക് ബാക്കി എന്താ അവിടെ ഉള്ളത്? 5 ആണ് അല്ലെ. അതാണ് നമ്മുടെ എന്ത്? കോഷ്യന്റ്. അതാണ് നമ്മുടെ എന്ത്? കോഷ്യന്റ്. അപ്പൊ കോഷ്യന്റ് ഇവിടെ എത്ര കിട്ടി? 5. ആൻസർ കിട്ടിയില്ലേ? വളരെ ഈസി ആയിട്ട് കിട്ടി അല്ലെ. ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ടാണ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 300ന്റെ പ്രൈം ഫാക്ടേഴ്സ്, നമുക്ക് ഫാക്ടേഴ്സ് അറിയില്ല അല്ലെ, പ്രൈം ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ 300നെ ആദ്യം 2 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 150 ആണ് കിട്ടുക. വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റും, കാരണം ഈവൻ നമ്പർ എൻഡിൽ 0 ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. 150 എന്ന് പറയുമ്പോൾ 75 ആണ് അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 75 അല്ലേ. യെസ്. ഇനി അത് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെയും പോട്ടെ, 25 കിട്ടും കേട്ടോ. 25 5 × 5 എന്താണ്? 25 ആണ്. അപ്പൊ ആ രീതിയിൽ കിട്ടിയില്ലേ? കിട്ടി. ഇനി 75നെ ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? പറഞ്ഞു നോക്കട്ടെ. 2 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. എല്ലാരും പറഞ്ഞു കറക്റ്റ് ആണ്, ഈവൻ നമ്പർ അല്ല എൻ്റെ ഉള്ളത്, അതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ അറിയാം? ഈച്ച് നമ്പേഴ്സ് സം ചെയ്യുക അല്ലെ. ഈച്ച് നമ്പേഴ്സ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കുക. 7 + 5 12. 12 മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? 3 ആണ്. കാരണം 3 എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് 12 ആണ് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും 3 കൊണ്ട്. മൾട്ടിപ്പിൾ ആണ് അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ ആണ് 12. സിമ്പിൾ, അത്രേ ഉള്ളൂ. നിസ്സാരമായിട്ട് ചെയ്യാം. ഇനി അപ്പോൾ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 25 ആണ്. 25 എന്ന് പറയുമ്പോൾ 5 വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 വരും, 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ. ഇവിടെയോ 3 ഉണ്ട്, 5 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ എഴുതണം. ഓക്കെ. ഇനിയാണ് നമ്മൾ നേരത്തെ ചെയ്തത് ഇതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യും? ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ നോക്കൂ. കോമൺ ഇവിടെ 3 ഒരൊറ്റ 3 ഉള്ളൂ, ഇവിടെയും ഒറ്റ 3 ഉള്ളൂ. അപ്പൊ അതൊന്ന് സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 3 എന്നിട്ട് എടുത്ത് എഴുതിക്കോ. ഇനി അടുത്തത് ഇവിടെ 5, വെറും 5 മാത്രമാണോ? അല്ല, 5 + 5 ഉണ്ട് അല്ലെ. ഇതിലും 5 + 5 ഉണ്ട്. 5 + 5 എന്ന് എഴുതിക്കോ. നെക്സ്റ്റ് അത് കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ എടുത്തത് 3 ആണ്. പിന്നെ 5 + 5 25 ആണ്. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ട് നമ്മുടെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2 × 2 ആണ്. 2 × 2 ഉണ്ട് അല്ലെ. 2 × 2 എന്താണ്? 4 ആണ്. 2 × 2 4 ആണ്. 2 × 2 4 അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 75 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് വരിക. അപ്പോൾ ദാറ്റ് മീൻസ് അതിന്റെ കോഷ്യന്റ് എന്താണ്? 4 ആണ് വരിക. അത്രയേ ഉള്ളൂ. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്, ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ല രീതിയിൽ എക്സാം എഴുതാം. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വിത്ത് നമ്പേഴ്സ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരികയാണെങ്കിൽ വരും. ഓക്കെ. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടെസ്റ്റിലൊക്കെ പഠിക്കാനുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നന്നായി നോക്കുക.
ഓക്കെ, എല്ലാം നല്ല രീതിയിൽ എക്സാം എഴുതാം കേട്ടോ. ശരി.